മോട്ടറോളയുടെ എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറഞ്ഞ ഫോണിൻ്റെ പ്രൈസ് 23,000 രൂപയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്ത മോട്ടറോള എഡ്ജ് 50 നിയോയുടെ പ്രൈസ് എന്ന് പറയുന്നത് 24,000 രൂപയാണ്. ആകെപ്പാടൊരു 1,000 രൂപയുടെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ രണ്ട് ഫോണും തമ്മിൽ. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോൺ വാങ്ങാൻ വേണ്ടി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിലേത് വേണം? കാരണം ഒന്നാമത് സെയിം ബ്രാൻഡാണ്, ഓൾമോസ്റ്റ് സെയിം ഫോണാണോ രണ്ടും. ഇപ്പോൾ ഏത് വാങ്ങുന്നുണ്ടെങ്കിൽ 1000 രൂപ കൂടുതൽ കൊടുത്തിട്ട് നിയോ വാങ്ങണോ, അല്ല 1000 രൂപ കുറവിൽ വരുന്ന എഡ്ജ് 50 ഫ്യൂഷൻ മതിയോ എന്നുള്ളത് നമുക്കൊരു കമ്പാരിസൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം ഇതിനെപ്പറ്റിയുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനെപ്പറ്റി എല്ലാം പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് പ്രൈസ് പറയുകയാണെങ്കിൽ തന്നെ മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ്റെ പ്രൈസ് 8GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 23,000 രൂപയായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ എഡ്ജ് 50 നിയോയുടെ സ്റ്റാർട്ടിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ അതായത് ഒറ്റ വേരിയൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 8GB 256GB ആണ്. ഇതിൻ്റെ പ്രൈസ് 24,000 രൂപയാണ്. ഇവിടെ 1000 രൂപ അധികം ഉണ്ടെങ്കിലും നമുക്കിവിടെ സ്റ്റോറേജ് അധികം കിട്ടുന്നുണ്ട്. ഇവിടെ 128 ആണെങ്കിൽ നമുക്ക് നിയോയിലേക്ക് വരുന്ന സമയത്ത് 256GB വേരിയൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു അപ്ഗ്രേഡ് തന്നെയാണ്. ഇനി ഓവറോൾ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ എഡ്ജ് 50 ഫ്യൂഷൻ്റെ ഡിസൈനും നിയോയുടെ ഡിസൈനും സൈഡ് ബൈ സൈഡായിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും ഓൾമോസ്റ്റ് സെയിമാണ്. എന്നാൽ പോലും ആ ഒരു ക്യാമറ ലെൻസിൻ്റെ കൂടുതൽ എന്ന രീതിയിൽ മാത്രമേ ഒരു ഡിഫറൻസ് ആയിട്ട് വരുന്നുള്ളൂ. അല്ലാത്ത രീതിയിൽ വീഗൽ ലെതറാണ് വരുന്നത്. ഓൾമോസ്റ്റ് സെയിം കളേഴ്സ് രണ്ടിലും കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് സെയിം ആണ്. ഡിസൈൻ വൈസ് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് ഡിസൈൻ തന്നെയാണ് വരുന്നത്. ബട്ട് ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. വെയിറ്റ് പറയുകയാണെങ്കിൽ 175 ഗ്രാം വെയിറ്റും 7.9 mm തിക്നെസ് ആയിട്ടാണ് എഡ്ജ് 50 ഫ്യൂഷൻ വരുന്നത്. ഇനി നിയോ ആണെങ്കിൽ 170 ഗ്രാം വെയിറ്റും 8.3 mm തിക്നെസ്സും അതിലും വരുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് സെയിം ആണെങ്കിൽ വലിയ ഡിഫറൻസ് അതിനെപ്പറ്റി പറയാനില്ല. പിന്നെ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് റേറ്റിംഗ് ഒക്കെ തന്നെ രണ്ട് ഫോൺസിന് വരുന്നുണ്ട്. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു IP റേറ്റിംഗും രണ്ട് ഫോണും കൊടുത്തിട്ടുണ്ട്. സെയിം ആണ്. അപ്പം ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയിലും കാര്യത്തിലും അങ്ങനെ വലിയ ഡിഫറൻസ് പറയാനില്ല. രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. ആ ഒരു ക്യാമറയുടെ ഒരു ആംഗിളിൽ ചെറിയ വ്യത്യാസം, ഒരു ലെൻസ് കൂടുതൽ ഉണ്ടായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ട് എന്നുള്ളൂ. അല്ലാത്ത കാര്യമായിട്ടുള്ള വ്യത്യാസം ഡിസൈൻ വൈസ് പറയാനില്ല. ഇനി ഡിസ്പ്ലേ ആണെങ്കിൽ എഡ്ജ് 50 ഫ്യൂഷനിലാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD OLED കർവ്ഡ് ആയിട്ടുള്ള ഒരു 144 ഹെർട്സിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. 1600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഇനി നിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.4 ഇഞ്ചിൻ്റെ ഒരു 1.5K റെസൊല്യൂഷൻ വരുന്ന OLED ആയിട്ടുള്ള 120 ഹെർട്സിൻ്റെ ഒരു LTPO പാനലാണ് ഇതിൽ വരുന്നത്. 3000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഇതിലും വരുന്നുണ്ട്. സോ ഡിസ്പ്ലേ വൈസ് ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ല. നിയോ തന്നെയാണ് ബെറ്റർ. കാരണം ഇവിടെ ആണെങ്കിൽ നമുക്ക് ഒരു 1.5K റെസൊല്യൂഷനിലുള്ള ഒരു ബെറ്റർ റെസൊല്യൂഷനിലുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. ബട്ട് ഫ്യൂഷനിലാണെങ്കിൽ നമുക്ക് അവിടെ റിഫ്രഷ് റേറ്റ് കൂടുതൽ വരുന്നത്, അതായത് 144 എന്ന റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഇവിടെ 120 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് മാത്രമായിട്ടുള്ള ഡിഫറൻസ് വരുന്നുള്ളൂ. സോ ബെറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളത് എഡ്ജ് 50 നിയോ ആയതുകൊണ്ട് അതാണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. മറ്റേ റിഫ്രഷ് റേറ്റ് മാത്രമേ കൂടുതൽ വരുന്നുള്ളൂ. ഇതിലും ഒട്ടും കുറയാത്ത 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. സോ ഡിസ്പ്ലേ വൈസ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നത് എഡ്ജ് 50 നിയോ തന്നെയാണ്. ഗെയിമിങ്ങിനാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നത് എഡ്ജ് 50 ഫ്യൂഷനാണ്. അത് മാത്രമേ മെയിനായിട്ട് പറയാനുള്ളൂ. സോ ബെറ്റർ ഡിസ്പ്ലേ വരുന്നത് ഇവിടെ എഡ്ജ് 50 നിയോന് തന്നെയാണ്. ഇനി ക്യാമറ വൈസ് പറയുകയാണെങ്കിൽ ആദ്യം ഫ്യൂഷൻ്റെ പറയാം. അതായത് 15 MB ഒരു പ്രൈമറി ക്യാമറ, അതും സോണിയുടെ L/T 700C എന്ന സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. 13 MB ഒരു അൾട്രാ വൈഡും വരുന്നുണ്ട്. 32 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ടിലും റിയറിലും 4K തന്നെ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ 15 MB സോണിയുടെ L/T 700C എന്ന സെയിം സെൻസറാണ് ഇതിലും വരുന്നത്. 13 MB അൾട്രാ വൈഡ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ 10 MB ഒരു ടെലിഫോട്ടോ 3x ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. 32 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. 4K നമുക്ക് വീഡിയോസ് ഫ്രണ്ടിലും റിയറിലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ക്യാമറയിലൊരു എക്സ്ട്രാ ലെൻസ് നമുക്കിവിടെ നിയോയിൽ വരുന്നുണ്ട്. അതാണ് ഒരു അപ്ഗ്രേഡ് എന്ന് പറയുന്നത്. ബാക്കി സെൻസേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ സെയിം തന്നെയാണ്. വീഡിയോ റെക്കോർഡിങ് രണ്ടിലും 4K തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ക്യാമറ ലെൻസ് ഇതിൽ വരുന്നുണ്ട്. സോ അതൊരു അപ്ഗ്രേഡ് തന്നെയാണ്. അപ്പോൾ ക്യാമറയിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് എഡ്ജ് 50 നിയോ തന്നെയാണ്. ഇനി പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ എഡ്ജ് 50 ഫ്യൂഷനിലാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 2 എന്ന പ്രോസറാണ് കൊടുത്തുള്ളത്. ആൻഡ് ടു സ്കോർ എന്ന് പറഞ്ഞാൽ 6 lakh ഒക്കെ തന്നെ വരുന്നുണ്ട്. LPDDR4X RAM USF 2.2 സ്റ്റോറേജും ഇതിൽ വരുന്നുണ്ട്. ഇനി നിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 73200 എന്ന പ്രോസറാണ് വരുന്നത്. 3 അല്ല 2 ആണ്, 00 എന്ന പ്രോസറാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ടു സ്കോർ എന്ന് പറയുന്നത് 6,60,000 ആ റേഞ്ചൊക്കെ തന്നെ വരുന്നുണ്ട്. സോ പെർഫോമൻസ് വൈസ് കുറച്ചും കൂടെ ബെറ്റർ,
കുറച്ചും കൂടെ ബെറ്റർ നിയോ ആണെന്നേ ഉള്ളൂ. അങ്ങനെ ഗംഭീര ബെറ്റർ ആയിട്ട് വരുന്നില്ല, എന്നാലും കുഴപ്പമില്ലാത്ത പെർഫോമൻസ് രണ്ട് ഫോണും കിട്ടുന്നതായിരിക്കും. ഇതിലും LPDDR 4X RAM UFS 2.2 സ്റ്റോറേജ് തന്നെയാണ്, ഇതൊക്കെ സെയിം തന്നെയാണ്, വ്യത്യാസം വരുന്നില്ല. പിന്നീട് ഫ്യൂഷനിലാണെങ്കിൽ 3 വർഷത്തെ മേജറായിട്ടുള്ള അപ്ഡേറ്റും അതുപോലെ തന്നെ 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നേരെ നിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും അവിടെ കിട്ടുന്നുണ്ട്. സോ കുറച്ചും കൂടെ ബെറ്റർ 5 വർഷത്തേക്കുള്ള അപ്ഡേറ്റ് ഇവിടെ മോട്ടോറോള എഡ്ജ് 50 നിയോയിൽ കിട്ടുന്നുണ്ട്. സോ അതും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കാര്യം തന്നെ. അപ്പോൾ പെർഫോമൻസ് വൈസും ഓവറോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് നിയോ തന്നെയാണ്. ഇനി ഫൈനലായിട്ടുള്ളത് ബാറ്ററിയാണ്. ഫ്യൂഷനിലാണെങ്കിൽ 5000 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. നിയോയിലാണെങ്കിൽ 4310 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. അതുപോലെ തന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ബാറ്ററി ഫാസ്റ്റ് ചാർജിൻ്റെ കാര്യത്തിൽ സെയിം ആണെങ്കിലും ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടെ നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്നത് എഡ്ജ് 50 ഫ്യൂഷനിലാണ്. ഇതിലാണ് നമുക്ക് 4310 mAh മാത്രമേ വരുന്നുള്ളൂ. ബട്ട് ഇതിൽ നമുക്ക് വയർലെസ് ചാർജിങ് ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ബാറ്ററി ലൈഫ് കുറച്ചും കൂടെ കുറവാണെന്നേ ഉള്ളൂ, ബട്ട് വയർലെസ് ചാർജിങ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ 1000 രൂപ അധികം കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ട് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, ബെറ്റർ ആയിട്ടുള്ള ക്യാമറ കിട്ടുന്നുണ്ട്, ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട്, വയർലെസ് ചാർജിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ മോട്ടോറോളയുടെ സെയിം ഫോണല്ല, ഓൾമോസ്റ്റ് സെയിം 1000 രൂപ ഡിഫറൻസ് ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള, അതായത് നമുക്ക് സ്റ്റോറേജ് വേണ്ടി അധികം കിട്ടുന്നുണ്ട്, ബെറ്റർ ഡിസ്പ്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. സോ ഒന്നും നോക്കണ്ട, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ 1000 രൂപ കൂടുതൽ കൊടുത്തിട്ട് നിയോ എടുക്കുന്നതിനും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. കാരണം ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കിട്ടുന്നുണ്ട്. അതിനിപ്പോൾ ആരും പോയിട്ട് വാങ്ങില്ല, കാരണം കുറച്ചും കൂടെ തലയില്ലോ ഇത് മാത്രമേ വാങ്ങും. കാരണം 1000 രൂപ കൂടുതൽ കൊടുത്ത് ഇത്രയും കാര്യം കിട്ടുന്ന സമയത്ത് ആരെങ്കിലും അതിലേക്ക് പോവോ? ഇല്ല. ഇത് തന്നെയാണ് ബെറ്റർ. അപ്പം പിന്നെ എന്തിനാ ഫ്യൂഷൻ ഇറക്കി എന്നുള്ളതിൻ്റെ ഒരു ഡൗട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. കുറച്ച് നാളായിട്ട് ഇറക്കി, പക്ഷേ പുതുതായിട്ട് വരുന്ന സമയത്ത് നല്ല ബെറ്റർ ആയിട്ടുള്ള അപ്ഗ്രേഡ് ഒക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഫോൺ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദി ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ്, നോ ഡൗട്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ റിവ്യൂസ് നിങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം പോയിട്ട് വാങ്ങാം. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.